ഇന്നൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് നമ്മൾ നാളികേരം ഒന്നും അരച്ച് ചേർക്കാതെ തന്നെ നമുക്ക് നല്ല കൊഴുപ്പുള്ള മീൻ കറി തയ്യാറാക്കി എടുക്കാം. അപ്പം നമുക്ക് എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് കടക്കാം. നമുക്ക് ആദ്യം തന്നെ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ മൺചട്ടിയിൽ നമ്മൾ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക, അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആവശ്യം ചെറുതായിട്ട് അരിഞ്ഞേക്കണ സബോള 1 അല്ലെങ്കിൽ ചെറിയ ഉള്ളി 1/4 കപ്പ്. അത് ചെറിയ ഉള്ളിയാണെങ്കിലും നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് 1/4 കപ്പ് ചേർക്കാം. ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ നമുക്ക് ഒരു സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് തക്കാളി ആവശ്യമുണ്ട്. അപ്പോൾ തക്കാളി ഞാനിപ്പോൾ ഇവിടെ ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പച്ചമുളക് ഒരു 5-6 എണ്ണം നെടുകെ കീറിയിട്ട് ചേർത്ത് കൊടുക്കുക. കറിവേപ്പില 2 തണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചിയും അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈ സബോളയൊക്കെ പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത് നിർബന്ധമൊന്നുമില്ല. ഇനി നമുക്ക് ഈ സബോളയും തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം നല്ലപോലെ തന്നെ വഴന്ന് കിട്ടണം ഇത്. അതിനുശേഷം നമ്മളിത് നല്ലപോലെ വഴന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതിലേക്ക് 2 കഷ്ണം കുടംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ പുളി ഒരുപാട് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഒരു ചെറിയ കഷ്ണം കുടംപുളി കഴുകിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മുളക് പൊടി കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. നല്ല എരിവുള്ളതാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. എരിവ് കുറവുള്ളതാണെങ്കിൽ 3 ടേബിൾ സ്പൂണൊക്കെ എടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മാത്രം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കരിയാതെ നല്ല പോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം പൊടികളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാനിതിൽ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഗ്രേവിയൊക്കെ ഒരുപാട് ആവശ്യമുള്ളവരാണെങ്കിൽ വേണമെങ്കിൽ 2.25 കപ്പ് അളവിലൊക്കെ ആയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ തിളപ്പിക്കാം. അതായത് നമ്മൾ തിളച്ച് വരുന്ന സമയത്താണ് നമ്മൾക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ല തിളച്ച് ആ തിളയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കഴുകി വെച്ചേക്കണ മീൻ ഇട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ കിങ് ഫിഷാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കിലോ കിങ് ഫിഷ് ഉണ്ട് കേട്ടോ ഇത്. അപ്പോൾ 1 കിലോ കിങ് ഫിഷ് നമ്മൾ കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ മീൻ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. ഏത് തരം മീൻ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ മീൻ കറി ഉണ്ടാക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ മീൻ ഏതാണെന്ന് പറയാഞ്ഞത്. അപ്പോൾ ഇന്ന മീൻ തന്നെ വേണമെന്നില്ല. അതേപോലെ തന്നെ നമ്മൾ കിങ് ഫിഷ് വെച്ചിട്ട് കറി ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായിരിക്കും, വറുത്തരച്ചിട്ട് അതായത് തേങ്ങ വറുത്തരച്ചിട്ട് കറി വെച്ചാലല്ലേ ടേസ്റ്റ് ഉണ്ടാവുകയെന്ന് വലിയ സൈസ് മീനൊക്കെ ആകുമ്പോൾ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ മീൻ കറി വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കഴുകി വെച്ചേക്കുന്ന എല്ലാ ഫിഷും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മീനൊക്കെ നമ്മൾ ഈ ഗ്രേവിയിൽ മുങ്ങിക്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ കല ഒന്ന് ചുറ്റിച്ച് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ഇത് വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമ്മൾ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റവൊക്കെ ഓഫ് ചെയ്തു. ഇനിയിപ്പോൾ കറിയൊക്കെ ഇവിടെ തിളച്ച് വെന്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇലക്ട്രിക് സ്റ്റവ് ആകുമ്പോൾ ആ സ്റ്റവിനൊരു ചൂടുണ്ടായിരിക്കും. ആ ചൂടിൽ തന്നെ ഞാനിവിടെ മൂടിയൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റവൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതേപോലെ മൂടി തുറന്നിട്ട് നമ്മൾ മീനൊക്കെ വെന്തതിന് ശേഷം മൂടി തുറന്നിട്ട് ഒരു 5 മിനിറ്റും കൂടി തിളപ്പിച്ച് കഴിഞ്ഞാൽ അധികമുള്ള ഗ്രേവിയൊക്കെ വറ്റി കറിയൊക്കെ കുറുകി കിട്ടും. അപ്പോൾ നമ്മുടെ കറി ചൂടാറുന്നതിൻ്റെ അനുസരിച്ച് നല്ല കുറുകിയ ടേസ്റ്റുള്ള കറിയായിട്ട് നമുക്കിവിടെ തയ്യാറായി കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതേപോലെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും താങ്ക്സ്. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.